കരുണയോടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ഇന്ന് ഞങ്ങൾ ദൈവവചനം പഠിക്കുവാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു കർത്താവെ. ഇന്ന് അവിടുത്തെ തിരുവചനം പഠിപ്പിക്കുന്ന സാബു സാറിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബമായി കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവിടുത്തെ ദാസന്റെ ശുശ്രൂഷകളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനം അടിയങ്ങളോട് സംസാരിക്കാൻ ആവശ്യം ദൈവകൃപ കർത്താവെ ധാരാളം അങ്ങയുടെ ദാസന്മേൽ പകരുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സന്ധ്യാസമയത്ത് കർത്താവെ ദൈവവചനം പഠിക്കാതിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനം ശ്രദ്ധയോടുകൂടെ കർത്താവെ പഠിക്കുവാൻ കർത്താവെ അവിടുന്ന് അടിയങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ വചനം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കായിട്ട് സ്തോത്രം. ടവർ ബൈബിൾ കളഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. അടിയങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുമാറാണമേ. ആമേൻ. എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8, 9, 10 അധ്യായങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചത്. 8, 9, 10 അധ്യായങ്ങൾ ഒരു പൊതുവിഷയം വിഗ്രഹങ്ങൾ കർപ്പിച്ച മാംസം ഭക്ഷിക്കുന്നത് സംബന്ധിച്ച് കൊരിന്ത്യ വിശ്വാസികൾക്കുണ്ടായിരുന്ന സംശയം അവരെ പൗലോസിനോട് ചോദിക്കുകയും പൗലോസ് അതിന് അവർക്ക് വേണ്ട ഉത്തരം അല്ലെങ്കിൽ പ്രബോധനങ്ങൾ നൽകുന്നതുമാണ് നമ്മൾ 8, 9, 10 അധ്യായങ്ങളിൽ പഠിച്ചത്. വിഗ്രഹം, വിഗ്രഹാർപ്പിതം എന്നിവ സംബന്ധിച്ച് ദൈവജനങ്ങൾക്കിടയിൽ പോലും പല അബദ്ധധാരണകൾ, പല അന്ധവിശ്വാസങ്ങളുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമെന്ന് അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ പറയാവുന്ന, എന്റെ ഭാഷയിൽ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ദൈവവചനത്തെ മാട്ടിയും കോട്ടിയും പറഞ്ഞുകൊണ്ട് ജനത്തെ ഭയപ്പെടുത്തുന്നത് ഇന്നും സാധാരണമാണ്. അതുകൊണ്ട് ഈ അബദ്ധധാരണകൾ നമ്മൾക്ക് മാറേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൽ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 8:4 പറയുന്നു, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. An idol is nothing is in this world എന്ന് പറഞ്ഞാൽ ഒരു ഐഡലിന്, ഒരു വിഗ്രഹത്തിന് ഒരു ശക്തിയും ഇല്ല എന്ന് പൗലോസ് വളരെ ഉറപ്പിച്ച് പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് കുറെ സംശയം ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ കർത്താവിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ എന്നാലും സാറേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ഇടയിൽ തലയിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന പല അബദ്ധധാരണകൾ അത് മാറ്റുവാൻ നമ്മൾ തയ്യാറല്ല. കർത്താവ് തന്നെ പറയുന്നു, മനുഷ്യന്റെ വായിൽ ചെല്ലുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് അത് മറപ്പുരയിൽ പോകുന്നു, പിന്നെ യാതൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷെ ഏതെങ്കിലും കള്ളപ്രവാചകൻ വന്നിട്ട് പറയും 10 വർഷം മുമ്പത്തെ കൂടോത്രം നിന്റെ വയറ്റിൽ കിടക്കാറുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് അങ്ങ് മറക്കും. കർത്താവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവരുടെ വാക്കുകളാണ് വിശ്വാസമായി മാറുന്നത്. വൈദ്യശാസ്ത്രപ്രകാരവും ദൈവവചനപ്രകാരവും മനുഷ്യന്റെ വയറ്റിൽ ഒന്നും അങ്ങനെ നിൽക്കുകയില്ല. എല്ലാം കർത്താവ് തന്നെ പറഞ്ഞേ, എവരിതിങ് ദാറ്റ് ഗോസ് ഇൻ യുവർ മൗത്ത്. അത് എവരിതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിതിങ്, പിന്നെ അതിനകത്ത് എന്തെങ്കിലും ബാക്കി അവശേഷിക്കുമെന്നല്ല, എല്ലാം മറപ്പുരയിൽ പോകുന്നെന്നാ പറയുന്നത്. അപ്പൊ വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല, വിഗ്രഹത്തിന് യാതൊരു ശക്തിയുമില്ല. അത് നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പഠിച്ചു, പുതിയ നിയമത്തിൽ നിന്നും പഠിച്ചു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഗുണം ചെയ്യുവാൻ അതിന് കഴിവില്ല, ദോഷം ചെയ്യുവാനും പ്രാപ്തിയില്ല. ഗുണം ചെയ്യുവാനും കഴിവില്ല, ദോഷം ചെയ്യുവാനും. ഇതിപ്പോൾ ഞാന് നിങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായി കാണും, മറ്റൊരു മുറിയിൽ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ഞാൻ സാധാരണ ഇരുന്ന റൂമിൽ ക്ലാസ് എടുക്കുന്നിടത്ത് ഇന്നിപ്പോ പുറത്തൊരു ഉത്സവം നടക്കുന്നതിന്റെ മൈക്കിരിക്കുന്നത് കാരണം എനിക്ക് പോലും ചെവി കേൾക്കാൻ വയ്യ. അപ്പൊ ഞാൻ അകത്ത് ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് സൗണ്ട് പ്രൂഫ് ആക്കി ഇരുന്ന് ക്ലാസ് എടുക്കുക. അപ്പം ഇതൊക്കെ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞാലും ഇതിനൊന്നും ഒരു ശക്തിയുമില്ല എന്നുള്ളത് ദൈവവചനം പറയുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, വിഗ്രഹാരാധന
പ്രശ്നമില്ലെന്നല്ല. വിഗ്രഹാരാധന ദൈവവചനം വിലക്കിയിട്ടുള്ള കാര്യമാണ്. 1-2 കൽപ്പനകൾ തന്നെ പറയുന്നത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, യാതൊരു വിഗ്രഹം. സ്വർഗത്തിലുള്ളത്, മീതെ സ്വർഗത്തിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ, വെള്ളത്തിലുള്ളതാകട്ടെ, യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ ഈ വിഗ്രഹങ്ങളിൽ അതിന്റെ ഉള്ളിൽ യാതൊരു ശക്തിയും വസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ ആ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഞാനത് പറഞ്ഞല്ലോ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ചില അബദ്ധധാരണകൾ മാറുവാനിടയാകണം. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല. എങ്കിലും ചില കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ എങ്കിലും എന്ന് പറഞ്ഞത്, നമ്മൾക്ക് ഭക്ഷിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ ഒരു ദോഷവും സംഭവിക്കില്ല, അതിന് യാതൊന്നും ചെയ്യുവാൻ പ്രാപ്തിയില്ല. എന്നാൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമുക്ക് ഭക്ഷിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 9-ന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കോ? 9-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. നോക്കൂ, പൗലോസ് അവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും ഞങ്ങൾ ആ സ്വാതന്ത്ര്യം വിനിയോഗിച്ചിട്ടില്ല. ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ തനിക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ താൻ വിനിയോഗിക്കാത്തത് താൻ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. വിഗ്രഹാരാധന സംബന്ധിച്ച് 8-10 അധ്യായങ്ങളിൽ പറയുമ്പോൾ അതിനു മുൻപായി തന്നെ 8-10 അധ്യായങ്ങൾ പറയുമ്പോൾ അതിനു മുൻപായി തന്നെ അതിന്റെ ഇടയിൽ തനിക്ക് ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ തനിക്കുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ താൻ വിനിയോഗിച്ചിട്ടില്ല. അത് താൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് 9-ാം അധ്യായത്തിൽ. അപ്പോൾ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും കൂടെ പഠിക്കുന്നതിന്റെ ഒരു കൺക്ലൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞത് നമ്മൊന്നുകൂടെ നോക്കിയാണ്. വി ഹാവ് ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് സ്വാതന്ത്ര്യം മറ്റൊരു അടിമത്വത്തിലേക്ക് നമ്മെ നയിക്കരുത്. സ്വാതന്ത്ര്യം മറ്റൊരു അടിമത്വത്തിലേക്ക് നമ്മെ നയിക്കരുത്. 1 കൊരിന്ത്യർ 6:12. ഫ്രീഡം ഷുഡ് നോട്ട് ലീഡ് us into another slavery. നമ്മൾ ഒരു കാലത്ത് അടിമകളായിരുന്നു, പിശാചിന്റെ അടിമത്വത്തിലായിരുന്നു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്. അപ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം നാം എക്സർസൈസ് ചെയ്യുമ്പോൾ മറ്റൊരു അടിമത്വത്തിലേക്ക് വീണ്ടും നമ്മൾ വീണു പോകുവാൻ ഇടയാകരുത്. അതാണ് 1-ാം അധ്യായത്തിന്റെ 1-ാം പുസ്തകം 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ താൻ പഠിപ്പിക്കുന്ന അത് ഉദ്ധരിച്ച് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. രണ്ടാമത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വി ഹാവ് ഫ്രീഡം, ബട്ട് അവർ ഫ്രീഡം ഷുഡ് നോട്ട് കോസ് എ ബ്രദർ ടു സ്റ്റംബിൾ. നമ്മുടെ സ്വാതന്ത്ര്യം ഒരു സഹോദരന് ഇടർച്ച ഉണ്ടാക്കരുത്. അറിവുള്ളവരായ നാം നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുമ്പോൾ, വിഗ്രഹാർപ്പിതോ മറ്റേത് കാര്യത്തിലോ നമുക്കുള്ള സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കുമ്പോൾ, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സഹോദരന് ഇടർച്ചയുണ്ടാകുവാൻ കാരണമാകരുത്. 3, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും ആത്മീക വർധന വരുത്തുകയും ചെയ്യണം. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും ആത്മീക വർധന വരുത്തുകയും ചെയ്യണം. ആത്മീക വർധന എന്ന് പറയുവാൻ എഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒയ്ക്കോഡോമിയോ എന്നുള്ള പദമാണ് ആത്മീക വർധന എന്ന് പറയുവാൻ ഉപയോഗിക്കുന്നത്. ഒയ്ക്കോഡോമിയോ. ഒയ്ക്കോഡോമിയോ എന്നുള്ളത് 2 പദങ്ങൾ ചേർന്ന് വരുന്നതാണ്. ഒയ്ക്കോസ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വീട് എന്നാണ്, ഹൗസ്. ഒയ്ക്കോസ് എന്നും ഡെമോ എന്നും പറയുന്ന 2 വാക്കുകൾ ചേർന്ന്, ഡെമോ എന്നുള്ള വാക്കിന് ടു ബിൽഡ് എന്ന് പറഞ്ഞാൽ ടു ബിൽഡ് എ ഹൗസ്, ഒരു ഭവനം പണിയുക എന്നർത്ഥം വരുന്ന ഒയ്ക്കോഡോമിയോ എന്നുള്ള പദമാണ് എഡിഫിക്കേഷൻ
എന്ന് അല്ലെങ്കിൽ എഡിഫൈ എന്ന് പറയുവാൻ ഉപയോഗിക്കുന്നത്. എഡിഫിക്കേഷൻ എന്ന് പറയാം ഒയ്ക്കോഡോമെ എന്ന് പറഞ്ഞാൽ മതി. ഒയ്ക്കോഡോമിയോ എന്നുള്ള വാക്കിന്റെ അർത്ഥം പണിയുക എന്നാണ്, ഒരു ഭവനം പണിയുക. അപ്പോൾ നിന്റെ സഹോദരനെ നിനക്ക് പണിയുവാൻ ഉത്തരവാദിത്തമുണ്ട്. പണിയുവാൻ നാം കടപ്പെട്ടവരാണ്. സഹോദരനെ പണിയുകയാണ്. ആത്മിക വർധന വരുത്തുക എന്ന് പറഞ്ഞാൽ സഹോദരനെ പണിയുക, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും അവരെ ആത്മീകമായി സ്പിരിച്വലി ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുക. അതിനെ സ്വാധിക്കുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സം വരുത്തുന്ന നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കാൻ പാടില്ല. നമ്മുടെ സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ അത് പണിയുവാൻ, സഹോദരനെ ബിൽഡപ്പ് ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ, ബലഹീനനെ പണിയുവാൻ, ബലഹീനന് ഗുണം ചെയ്യുവാൻ പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കരുത്. അതാണ് പൗലോസ് നൽകുന്ന മറ്റൊരു വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള നമുക്ക് മാർഗനിർദ്ദേശകമായിരിക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് അതിന്റെ റെഫറൻസും താഴെ കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:23-24 വാക്യങ്ങളും 8-ാം അധ്യായം 1-ാം വാക്യവും ഒക്കെ നമ്മൾ നോക്കിയാൽ മതി. പൗലോസ് 8-ാം അധ്യായത്തിൽ അവസാന വാക്യം പൗലോസ് ഇങ്ങനെ പറയുന്നത്: ആകയാൽ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടത് ഞാൻ ഒരു നാളും മാംസം വിഗ്രഹാർപ്പിതം, മാംസം എന്നവിടെ പറഞ്ഞിരിക്കുന്ന വിഗ്രഹാർപ്പിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആഹാരം സഹോദരൻ ഇടർച്ചയാകുമെങ്കിൽ എനിക്കത് കഴിയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പൗലോസ് പറയുകയാണ്, എനിക്ക് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, അറിവുള്ളവരത് ഭക്ഷിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ അത് ബലഹീനന്റെ മനസാക്ഷിക്ക് അത് പ്രശ്നമാകുന്നുവെങ്കിൽ, അവൻ പാപം ചെയ്യുവാൻ ഇടയാകുന്നുവെങ്കിൽ, അവൻ അതൊരു സ്റ്റംബ്ലിങ്ങിന് ഇടയാകുമെങ്കിൽ, ഇടർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ ഞാൻ അവന് വേണ്ടി എന്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കില്ല. അതാണ് 9-ാം അധ്യായത്തിൽ താൻ ചില ഉദാഹരണങ്ങളിലൂടെ താൻ അത് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തെ മഹത്വപ്പെടുത്തും വിധം ഉപയോഗിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തെ മഹത്വപ്പെടുത്തും വിധം ഉപയോഗിക്കണം. We should use our freedom in a way that glorifies God. 10:31 വാക്യത്തിൽ പറയുന്നത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വം വരുത്തുന്നതായിരിക്കണം. അടുത്തത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. We have freedom, but our freedom should not hinder many from being saved. നമ്മുടെ സ്വാതന്ത്ര്യം അനേകർ രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമാകരുത്. 10:33 വാക്യത്തിൽ പറയുന്നു, ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. അനേകർ രക്ഷിക്കപ്പെടുന്നതിന് നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന, നമ്മുടെ സ്വാതന്ത്ര്യം എക്സർസൈസ് ചെയ്യുന്നത് ഒരു തടസ്സമായി തീരുവാൻ അനുവദിക്കരുത്. ഓക്കെ, 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഞാൻ പറഞ്ഞല്ലോ. Therefore, if what I eat causes my brother to stumble, I will never eat meat again. മീറ്റ് എന്നവിടെ പറഞ്ഞിരിക്കുന്ന വിഗ്രഹാർപ്പിതമായ മാംസത്തെ കുറിച്ചാണ്. So that I will not cause him to stumble. ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ, എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും വിഗ്രഹാർപ്പിതം തിന്നുകയില്ല, മാംസം അഥവാ വിഗ്രഹാർപ്പിതം തിന്നുകയില്ല എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളവിടെ കാണുന്നു. ഓക്കെ, അപ്പോൾ വിഗ്രഹാർപ്പിതം സംബന്ധിച്ച് കൊരിന്ത്യലേഖനത്തിലും 8, 9, 10 അധ്യായങ്ങളിലൂടെയും റോമാലേഖനം 14-ാം അധ്യായത്തിലൂടെയും പൗലോസ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട ആലോചന നൽകി തന്നിരിക്കുകയാണ്. ഈ 9-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ജീവിതം, തന്റെ ശുശ്രൂഷ ഒരു ഉദാഹരണമാക്കിക്കൊണ്ട് തനിക്കൊരു അപ്പോസ്തലൻ എന്ന നിലയിൽ തനിക്കുള്ള സ്വാതന്ത്ര്യം താൻ വിനിയോഗിച്ചിട്ടില്ല. തന്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാതെ, തന്റെ അവകാശങ്ങളൊന്നും സ്വീകരിക്കാതെ കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു എന്ന് താന് അവരോട് പറയുകയാണ്. തനിക്ക് അധികാരമുണ്ടായിരുന്നിട്ടും, even though he had the authority, Apostle Paul ministered among the Corinthians without accepting any of his rights. തനിക്ക് അധികാരമുണ്ടായിരുന്നിട്ടും അപ്പോസ്തലനായ പൗലോസ് തന്റെ അവകാശങ്ങൾ ഒന്നും സ്വീകരിക്കാതെ കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു. പൗലോസ് തന്റെ
അവകാശങ്ങൾ സംബന്ധിച്ച് വാദിക്കുകയാണ്. അവകാശങ്ങൾ സംബന്ധിച്ച് വാദിക്കുകയാണ്. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 9-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിൽ എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു: തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ? ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരം പറയുന്നത്. ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൂട്ട കെട്ടരുത് എന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതത്രേ. ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾ വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും ഒരു സെക്കൻഡ് സിസ്റ്റർ, ആ വാചകം ഒന്നുകൂടെ വായിച്ച് 13-ാം വാക്യം. ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ. ഒന്നുകൂടെ വായിച്ച്. ദേവാലയം എന്നാണോ ദൈവാലയം എന്നാണോ? ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. മതി. നമ്മളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, വലിയ വിഷമം തോന്നും. എല്ലാ സെമസ്റ്ററിലും എപ്പോഴേലും പലവട്ടം പറയാറുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോഗ്നിറ്റീവ് ഇനർഷ്യ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. നമ്മൾ 40-50 വർഷമായിട്ടല്ലേ 60 വർഷമായിട്ട് കേട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കണ്ണിന്റെ മുന്നിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു അക്ഷരം പോലും വായിക്കുമ്പോൾ നമ്മൾ പിന്നെയും തെറ്റ് തന്നെ വായിക്കുകയാണ്. ദേവാലയം, ബൈബിളിൽ ദേവാലയം എന്ന് പറയുന്നില്ല, ദൈവാലയം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ദേവന്മാരെന്ന് പറയുന്നത് ജാതികളുടെ ദേവന്മാരെ കുറിച്ച് പറയുന്നതാണ്. ദേവാലയം എന്ന് പറഞ്ഞാൽ ജാതികളുടെ ദേവന്മാരുടെ ആലയമാണ്. 100 പാസ്റ്റർമാർ പ്രസംഗിച്ചാലും ശരി, അത് തെറ്റ് തന്നെയാണ്. ദൈവാലയം, ബൈബിളിൽ ഒരു വാക്യം എവിടെയെങ്കിലും എടുത്ത് കാണിച്ച് ദൈവാലയം എന്ന്. യെരൂശലേമിലെ ആലയം, യഹോവയുടെ ആലയം, ദൈവത്തിന്റെ ആലയം, ദൈവാലയം, ഈ പദങ്ങളെ ഉള്ളൂ. ഗോഡ് എന്ന് ക്യാപിറ്റൽ ലെറ്റർ ജിയിൽ എഴുതുന്ന ആ വാക്ക് ദൈവം, സ്മോൾ ലെറ്റർ ജിയിൽ ഗോഡ്സ് എന്ന് എഴുതുന്നു. ദേവൻ, ദേവന്മാർ, ജാതികളുടെ ദേവന്മാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. എങ്ങനെയോ നമ്മൾ കേട്ട് തഴമ്പിച്ചത്, കൺമുൻപിൽ ആ അക്ഷരം വന്നിട്ടും വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരി വായിക്കുമ്പോഴും ആ ശീലത്തിൽ നിന്ന് അങ്ങ് വന്നു പോവുകയാണ്. പ്ലീസ് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, മടങ്ങി വരാം. പൗലോസ് തന്റെ അവകാശങ്ങൾ, തന്റെ അവകാശങ്ങളൊന്നും അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്ന് താൻ പറയുകയാണ്. പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം നമുക്കുണ്ട്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ചില കണ്ടീഷൻസ്, നമ്മളൊരു 4-5 കണ്ടീഷൻസ് മുൻപേ കണ്ടു. സഹോദരൻ ഇടർച്ച വരുത്തരുത്, മറ്റൊരുത്തൻ പാപം ചെയ്യാൻ ഇടയാകരുത്, ദൈവത്തിന്റെ മഹത്വമാകണം, ആത്മീക വർധന വരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് നന്ന്. അല്ലാതെ അത് ഭക്ഷിച്ചത് കൊണ്ട് അതിന് ഒരു ദോഷവും ചെയ്യുവാൻ കഴിവില്ല. അത് സംബന്ധിച്ച് പൗലോസ് പറയുകയാണ്, ഇതാ നോക്കൂ, ഞാൻ ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചിരിക്കുന്നു. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ ഒരു അപ്പോസ്തലനല്ലയോ? എന്നിട്ട് ഒരു അപ്പോസ്തലന്റെ യോഗ്യത താൻ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ, റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഞാൻ കണ്ടിട്ടില്ലയോ? മറ്റൊന്നും വേണ്ട, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ ആ ഫലമാണ്. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അപ്പോസ്തലനല്ല അവർക്കെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ ഒരു അപ്പോസ്തലനാണെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലയോ?
അദ്ദേഹം പറയാണ്, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? മറ്റ് അപ്പോസ്തലന്മാർ ചെയ്യുന്നത് പോലെ, കേഫാവും മറ്റ് അപ്പോസ്തലന്മാരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും വിവാഹം കഴിച്ച ഒരു ഭാര്യയെ സഹോദരിയുമായിട്ട് സഞ്ചരിപ്പാൻ അധികാരമില്ലയോ? ഇവിടെ പൗലോസ് ബർന്നബാസിനെ കുറിച്ചും പറയുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൊരിന്തിലേക്ക് ബർന്നബാസം വന്നിരുന്നു എന്ന് കരുതുകയാണ്. അപ്പോൾ കൊരിന്ത്യർക്ക് പരിചിതനായ ഒരു വ്യക്തിയെ കൂടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനും ബർന്നബാസും മാത്രം ഇതാ വിവാഹം പോലും കഴിക്കാതെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഹോൾ ലൈഫ് ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ യു ഇൻ യുവർ സർവീസ്. തന്റെ അപ്പോസ്തലത്വം നിമിത്തമുള്ള സ്വാതന്ത്ര്യം താൻ പറയുകയാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. കൂടാതെ 7-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, സ്വന്തം ജലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ, സ്വന്തം ജലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ. സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള ചില തെളിവുകൾ, ചില റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അദ്ദേഹം തന്റെ വാദങ്ങൾ നികത്തുവാനായിട്ട് അവിടെ പറയുകയാണ്. തുടർന്ന് ദൈവവചനത്തിലെ ചില ഉദാഹരണങ്ങളും തത്വങ്ങളും 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിൽ ചില ഉദാഹരണങ്ങളും തത്വങ്ങളും താൻ പറയുകയാണ്. മനുഷ്യരുടെ മര്യാദ പ്രകാരമല്ല, ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നില്ലയോ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കൊട്ടരുത്. ഡ്യൂട്രോണമിയിലാണെന്ന് തോന്നുന്നു, ആവർത്തന പുസ്തകം 25:4 കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്, കാള മെതിക്കുമ്പോൾ മുഖക്കൊട്ട കെട്ടരുത് എന്നുള്ളത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 25:4. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവം കാളയെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിലെ ഉദാഹരണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യങ്ങളെ ഞാൻ വിനിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉദാഹരണം. ഇവിടെ ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ പൗലോസ് തന്റെ ഇംഗ്ലീഷ് മലയാളം വായിക്കാൻ അറിയാത്ത സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ഇംഗ്ലീഷ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. Paul argues about his rights, freedom due to his apostleship, evidence from common sense, examples and principles from the word of God. നമ്മുടെ 1-2 സഹോദരന്മാർക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അവര് എന്നാൽ ഒറ്റ ക്ലാസ് പോലും മിസ് ചെയ്യുന്നില്ല. ഒരാള് ജോലിയുടെ ഇടയിലാണ്, എന്നിട്ടും അദ്ദേഹം ക്ലാസ്സിന് കയറാൻ ഉത്സാഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോസ്തലൻ എന്ന പദവിക്ക് വേണ്ട ചില യോഗ്യതകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലയോ? അപ്പോസ്തലൻ എന്ന പദവിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഫോർ ദ ടൈറ്റിൽ ഓഫ് അപ്പോസ്തൽ, അപ്പോസ്തൽ എന്ന ടൈറ്റിലിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചില കാര്യങ്ങൾ ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. 1, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ദർശിച്ചവനായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ദർശിച്ചവനായിരിക്കണം. ഇവിടെ ചില റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. must be someone who directly saw the resurrected Christ, resurrected Lord. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് ദർശിച്ചവനായിരിക്കണം. റഫറൻസ് അപ്പോസ്തല പ്രവൃത്തി 1:21-22, 2:32, 3:15, 1 കൊരിന്ത്യർ 9:1, 15:7-9. പൗലോസിന് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പോൾ ഹാഡ് ദിസ് പ്രിവിലേജ്. അതിന്റെ തെളിവുകളാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. ദമസ്കോസിൽ വെച്ച് താൻ കണ്ട സംഭവം, കൊരിന്തിൽ വെച്ച് താൻ കർത്താവിനെ കണ്ട ആ സംഭവം, പൗലോസ് കൊരിന്തിൽ വരുമ്പോൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്ന ആ കർത്താവിന്റെ ആ ദർശനം. അതുപോലെ തന്നെ പ്രവർത്തികളുടെ പുസ്തകം 22:17, 23:11 യെരൂശലേമിൽ താൻ ദർശിച്ചു എന്ന് പറയുന്നു. അറേബ്യയിൽ വെച്ച് കർത്താവ് തന്നെ കണ്ടിരുന്ന, അല്ലെങ്കിൽ കർത്താവിനെ താൻ കണ്ടിരുന്നുവെന്ന് പൗലോസ് പറയുന്ന ആ സംഭവം നമ്മൾ കാണുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് ദർശിച്ചവനായിരിക്കണം. അനേകരും തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തൊക്കെ നടക്കുന്നുണ്ട്. അത് പോട്ടെ, അവരങ്ങനെ ചെയ്തുകൊണ്ട്. 2, കർത്താവ് നേരിട്ട് നിയോഗിച്ചിട്ടുള്ളവരായിരിക്കണം. കർത്താവ് നേരിട്ട് നിയോഗിച്ചിട്ടുള്ളവരായിരിക്കണം. must be those directly chosen and appointed by the Lord. അപ്പോസ്തൽ
must be a person who is directly chosen and appointed by the Lord. Paul was directly chosen and appointed by the Lord. പൗലോസിനെ കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്ത് നിയോഗിച്ചതായിരുന്നു. റഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് സംബന്ധിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇവിടെ അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതും ഇവിടെ പറഞ്ഞിരിക്കുന്നു. 3, വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് വരം നൽകിയവരായിരിക്കും. മുമ്പത്തെ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കും. തീർച്ചയായിട്ടും കർത്താവ് നേരിട്ട് നിയോഗിച്ചിട്ടുള്ളവരായിരിക്കണം. മർക്കോസിന്റെ ഒന്ന് എഴുതിക്കോട്ടെ സാറേ, ഒരു സെക്കൻഡ്. Must be those directly chosen and appointed by the Lord. യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന സംബന്ധിച്ച് മർക്കോസിന്റെ സുവിശേഷം 3:13-14 വാക്യങ്ങൾ കാണുന്നു. ഇവിടെ പൗലോസിനെ കർത്താവ് നേരിട്ട് തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് പൗലോസ് ആവർത്തിച്ച് തന്റെ ലേഖനങ്ങളിൽ 2-3 ലേഖനങ്ങൾ ഒഴികെ എല്ലാ ലേഖനങ്ങളിലും താൻ ആരംഭിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നുണ്ട്. മുന്നോട്ട് പോകാലോ സിസ്റ്ററെ? എഴുതി കഴിഞ്ഞു. വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് വരം നൽകിയവരായിരിക്കണം. വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് വരം നൽകിയവരായിരിക്കണം. Must be those gifted by the Lord to perform miraculous works. Miraculous works ചെയ്യുവാൻ ഗിഫ്റ്റ് അല്ലെങ്കിൽ കൃപാവരം ലഭിച്ചവരായിരിക്കണം. ഇവിടെ പൗലോസ് ഒട്ടനവധി വീര്യപ്രവർത്തികൾ ചെയ്തിരുന്നത് സംബന്ധിച്ച് നമ്മൾ കാണുന്നുണ്ട്. ലുസ്ത്രയിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മുടന്തനെ നടക്കുമാറാക്കി. ത്രോവാസിൽ വെച്ച് മരിച്ച യുത്തിക്കോസിനെ ഉയർപ്പിച്ച സംഭവം നമ്മൾ കാണുന്നുണ്ട്. He raised Eutychus who had died in Troas. He made a lame man walk in Lystra. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാമല്ലോ അല്ലേ? ഒരു സെക്കൻഡ് സാറേ, ഒരു സെക്കൻഡ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് വരം നൽകിയവരായിരിക്കണം. 3, 4 ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടേണ്ടതിന് സഭയെ പണിയേണ്ടതിനും കർത്താവ് അധികാരം നൽകിയവരായിരുന്നു അപ്പോസ്തലന്മാർ. ദൈവസഭയെ അടിസ്ഥാനമിടുവാൻ, സഭയെ പണിയേണ്ടതിന് കർത്താവ് അധികാരം നൽകിയവരായിരുന്നു. അപ്പോയിന്റഡ് ബൈ the Lord to lay the foundation for the church and build it up. Appointed by the Lord to lay the foundation for the church and build it up. എഫെസ്യർ 2:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എഫെസ്യർ 2:20 വാക്യം എന്താണ് പറയുന്നത്? എഫെസ്യർ 2:20 വാക്യം വായിച്ചാട്ടെ. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനത്തിന്മേൽ. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ, മൂലക്കല്ലിനെ തുറന്നാണ് പണി ആരംഭിക്കുന്നത്. ക്രിസ്തു എന്ന മൂലക്കല്ല്. കർത്താവ് പറയുന്ന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാന വാക്യം, മത്തായി 28-ന്റെ അവസാന വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 19-20 വാക്യം, ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, ഇല്ലേ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചത് അതാണ് മൂലക്കല്ല്. കർത്താവിന്റെ ഉപദേശങ്ങൾ ആ മൂലക്കല്ലിനോട് ചേർത്ത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇട്ട ആ അടിസ്ഥാനം, അവരുടെ ഉപദേശങ്ങളിലൂടെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭ പണിയേണ്ടത്. നമ്മൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു 4-ാം അധ്യായത്തിലാണെന്ന് പറയുന്നു. സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അറിയാവോ ആ വാക്യം?
അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. സർവ്വഭൂമിയിൽ ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. ആ വാക്യ റെഫറൻസോടൊന്ന് പറഞ്ഞ് വായിച്ച സിസ്റ്റർ. 4-ാം അധ്യായമാണോ? എനിക്ക് ആ പ്ലേസ് അറിയാൻ. റൈറ്റ് സൈഡില് സർവ്വഭൂമിയിലും മൂടാടി വായിച്ചാളാ. 4:10. ഓക്കെ. അപ്പൊ സംഭവം നമുക്കറിയാം. സെരുബ്ബാബേല് ആദ്യത്തെ മന്ദിരം പണിഞ്ഞത് ശലോമോനായിരുന്നു. അത് മഹത്തായ ഒരു മന്ദിരമായിരുന്നു. ആ മന്ദിരത്തെ 586 BC-യിൽ ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസറിന്റെ സൈന്യം വന്ന് അത് നശിപ്പിച്ച് തകർത്തു കളഞ്ഞു. അതിനുശേഷം പ്രവാസികളായി പോയവർ അവർ മടങ്ങി വന്ന് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ അവർ മടങ്ങി വന്നിട്ട് ദിവാലയം പണിയുമ്പോൾ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? പ്രവാചകൻ ചോദിക്കുകയാണ്. കാരണം അതൊരു അല്പകാര്യം എന്ന് പറഞ്ഞ് ചിലർ തുച്ഛീകരിക്കുക. കാരണം പണ്ട് ശലോമോൻ പണിത ആലയം കണ്ട ചിലരുണ്ട് ഈ കൂട്ടത്തിൽ. അവർ നോക്കുമ്പോൾ ആ മഹത്തായ ആലയത്തോട് കിടപിടിക്കുവാൻ ഒരു നിലയിലും സെരുബ്ബാബേലിന് സാധിക്കില്ല. എന്നാൽ ദൈവം എന്താണ് അരുളി ചെയ്യുന്നത്? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണുകൾ നോക്കുമ്പോൾ സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. സെരുബ്ബാബേൽ പണിയുന്നത് എന്ത് പിടിച്ചുകൊണ്ടാ? തൂക്കുകെട്ട് എന്തിനാ പിടിക്കുന്നത്? ലംബമായി പണിയുവാൻ, അതായത് അടിസ്ഥാനത്തിൽ നിന്ന് ചാഞ്ഞു പോകാതെ നേരെ പണിയുവാനാണ് തൂക്കുകെട്ട് പിടിക്കുന്നത്. ഇന്ന് പലരും സ്പിരിറ്റ് ലെവൽ വിട്ട് നിരത്തി അങ്ങ് പണിയുകയാണ്. അടിസ്ഥാനം വിട്ടുള്ള പണികൾ ദൈവത്തിന് അത് പ്രസാദമാകില്ല. ദൈവത്തിന് പ്രസാദമാകുന്നത് ക്രിസ്തുവേശു എന്ന മൂലക്കല്ലിനോട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ തൂക്കുകട്ട പിടിച്ചു പണിയുവാനാ. പണി ചെറുതായിക്കൊള്ളട്ടെ, അല്പകാര്യം എന്ന് പറഞ്ഞ് ലോകം നിന്ദിച്ചു കൊള്ളട്ടെ, പക്ഷെ തൂക്കുകട്ട പിടിച്ച് പണിയുന്നുവെങ്കിൽ ആ പണിയിലാണ് പ്രസാദമുള്ളത്. ഇന്ന് വലിപ്പത്തിന്റെ പുറകെ പോവുകയാണ്. വലിപ്പത്തിന്റെ പുറകെ പോകുന്നവര് നമ്മൾ മുൻപ് ചിന്തിച്ചു കഴിഞ്ഞതാണ്. ദൈവത്തിന്റെ ശോധനയുടെ തീ വരുമ്പോൾ പുല്ലും വൈക്കോലും എല്ലാം വെന്തു പോകും. പുല്ലും വൈക്കോലും എല്ലാം വെന്തു പോകും. പിന്നെ നിലനിൽക്കുന്നത് എന്തായിരിക്കും? വിലയേറിയ കല്ല് കൊണ്ടുള്ള പണി, പൊന്ന് വെള്ളി വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ള പണി നിലനിൽക്കും. ആ നിലനിൽക്കുന്ന പണി അതിന് വലിപ്പമൊന്നും കാണത്തില്ല, അതിന് വലിയ വലിപ്പമൊന്നും കാണത്തില്ല. പക്ഷെ അതിലാണ് ദൈവത്തിന് പ്രസാദമായിരിക്കുന്നത്. ഇന്ന് എല്ലാവരും വൈക്കോല് കൊണ്ട് പണിത് വലിപ്പമുണ്ടാക്കുവാനാണ് പരിശ്രമം. ദൈവത്തിന് പ്രസാദം എന്ന് പറയുന്നത് ഈ തൂക്കുകട്ട പിടിച്ചുള്ള പണിയാണ്. ഇടയ്ക്ക് അത്ര പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ, മുന്നോട്ട് പോട്ടെ. ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ ദൈവം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അല്ലാതെ മറ്റാർക്കും അതോറിറ്റി കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ദൈവവചനം പഠിപ്പിച്ച് ഇന്ന് സഭകൾ സ്ഥാപിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പല ശുശ്രൂഷകന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരുണ്ട്. വടക്കേ ഇന്ത്യയിലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്തിരിക്കുന്നവർ. ആ പണിയെപ്പറ്റി അല്ല പറയുന്നത്. പക്ഷെ അവർ പണിയുമ്പോൾ ആ പണികളെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുയേശു എന്ന മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, ആ പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ലോകമെമ്പാടും പോയി പഠിപ്പിക്കുവാനും സഭ പണിയുവാനും നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. നമ്മളെ അതിനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവം അതിനുള്ള നിയോഗം നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പണിയുടെ അടിസ്ഥാനം, ഡോക്ട്രിനൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് അവരുടെ പഠിപ്പിക്കലുകളുമായിരിക്കണം. നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കുന്ന പഠിപ്പിക്കലുകൾ ആകാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. അപ്പോസ്റ്റലിന്റെ 5ാമത്തെ യോഗ്യത, ദൈവശ്വാസീയമായ ലേഖനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ മുഖാന്തരമാണ് ദൈവശ്വാസീയമായ ലേഖനങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതിനുള്ള അധികാരം അവർക്കാണുള്ളത്. ഇന്ന് ലേഖനങ്ങൾ എഴുതുവാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷെ അത് ഈ ഡോക്ട്രൈൻ ആയിരിക്കത്തില്ല. ഈ ഡോക്ട്രൈൻ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠിപ്പിക്കലുകൾ, പ്രബോധനങ്ങളായിരിക്കണം. അതിൽ നിന്ന് വിട്ടുപോകുന്ന പഠിപ്പിക്കലുകൾ ദൈവത്തിന് പ്രസാദമല്ല. Through the apostles we have been given divinely inspired letters, epistles.
അപ്പോസ്റ്റൽസ് ഹാഡ് ദ അതോറിറ്റി ഫോർ ദാറ്റ്. അപ്പോസ്റ്റൽസ് മാത്രമേ അതോറിറ്റി ഉള്ളായിരുന്നു ഡോക്ട്രിനൽ ഫൗണ്ടേഷൻ ഇടുവാൻ, ഡോക്ട്രൈൻസ് അത് എഴുതി നൽകുവാൻ, പുതിയൊരു ഡോക്ട്രൈൻ നൽകുവാൻ മറ്റാർക്കും അധികാരമില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, ഗലാത്യർ 1-ന്റെ 6-ാം വാക്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. 8-ാം വാക്യം അത് തന്നെ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങ് വായിച്ചോ, കുഴപ്പമില്ല. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നോക്കൂ, അവിടെ പൗലോസ് പറയുകയാണ്, ഈ നൽകി തന്നിരിക്കുന്ന ആ പ്രമാണമല്ലാതെ മറ്റൊരു പ്രമാണം നൽകി തരുന്നത് ഈവൻ അപ്പോസ്തലന്മാർ പോലും ആണെങ്കിൽ പോലും അത് അങ്ങനെ നൽകുന്നവര് ശപിക്കപ്പെട്ടവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ദൈവശ്വാസീയമായ ലേഖനങ്ങൾ നൽകി തരുവാൻ അധികാരമുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൽ നിന്നുകൊണ്ട് എഴുതാം. ഇപ്പം ഞാൻ തന്നെ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു പഠന ഗ്രന്ഥം നിങ്ങളെ പഠിപ്പിച്ച നോട്ട്സ് ഒക്കെ തന്നെയാണ് അത് ബുക്കാക്കി ഇറക്കിയിരിക്കുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പഠിപ്പിക്കാം, എഴുതാം. എന്നാൽ അത് വിട്ടിട്ട് തൂക്കുകട്ട വിട്ടിട്ടുള്ള പണി ദൈവത്തിന് പ്രസാദമല്ല. പണിയുന്നത് അടിസ്ഥാനത്തിൽ നിന്ന് മേളിലോട്ടായിരിക്കണം. അടിസ്ഥാനത്തിൽ നിലനിന്ന് നേരെ മേളിലോട്ട് പണിയണം. സർവഭൂമിയിൽ മൂടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പകാര്യങ്ങളുടെ ദിവസം, അല്പകാര്യം എന്ന് പറഞ്ഞ് ജനം നമ്മളെ പുച്ഛിക്കാം. പക്ഷെ അടിസ്ഥാനത്തിൽ നിലനിന്ന് നേരെ പണിയുന്ന പണി ദൈവത്തിന് അത് മാത്രമാണ് പ്രസാദമായിരിക്കുന്നത്. പൗലോസ് തന്റെ 13 ലേഖനങ്ങൾ, പൗലോസിന്റെ 13 ലേഖനങ്ങൾ നമുക്കറിയാം. റോമാലേഖനം തുടങ്ങി ഫിലേമോൻ വരെയുള്ള 13 ലേഖനങ്ങൾ. ഇബ്രായർക്ക് എഴുതിയ ലേഖനം ചിലർ പറയും പൗലോസ് എഴുതിയതാണെന്ന്. ഞാൻ അതിനെ വിയോജിക്കുന്നു. ഇന്ന് മിക്ക പേരും അത് വിയോജിക്കുന്നത് മറ്റാരും എഴുതിയ ഒരു ലേഖനമാണെന്ന് കരുതപ്പെടുന്നു. ബാക്കി ഈ 13 ലേഖനങ്ങൾ പൗലോസിലൂടെ നൽകപ്പെട്ടു. പൗലോസ് പറയുന്നത് ദൈവശ്വാസീയമാണ്. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് ദൈവശ്വാസീയമാണ്. പത്രോസ് പറയുന്നുണ്ട് പ്രവാചകന്റെ വാക്യമൊന്നും ആരുടെ ഇമാജിനേഷൻ അല്ല, അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്ന് പത്രോസും പറയുന്നുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിൽ മിക്ക ലേഖനങ്ങളിലും ആരംഭത്തിൽ അപ്പോസ്തലൻ എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പിയർ, 1-2 തെസ്സലോനിയൻ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ ഒഴികെ എല്ലാത്തിലും. ഓക്കെ, മുന്നോട്ട് പോകാം. പൗലോസ് തന്റെ അവകാശങ്ങൾ സംബന്ധിച്ച് വാദിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ തനിക്കുണ്ടായിരുന്ന അവകാശങ്ങളെ പറ്റി പൗലോസ് പറയുന്നത് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. താനൊരു അപ്പോസ്തലത്വം സംബന്ധിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് കൊരിന്ത്യ സഭയിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുവാൻ തനിക്ക് അധികാരമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ താൻ കേഫാവും മറ്റ് അപ്പോസ്തലന്മാരും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയോട് സഞ്ചരിപ്പാൻ അധികാരമില്ലയോ? വേല ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ കാലത്ത് പ്രീസ്ലി ജോബ്, അതായത് പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്തിരുന്നവർ അവര് മറ്റു വേലകളൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അപ്പോസ്തലത്വം നിമിത്തം, അവർക്കുള്ള അധികാരം നിമിത്തം അവർക്ക് വേണമെങ്കിൽ വേല ചെയ്യാതിരിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യണമായിരുന്നു. പൗലോസ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിരുന്നുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. താൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിരുന്നതായ കാര്യം പൗലോസ് അപ്പോസ്തലപ്രവൃത്തികൾ തന്നെ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അക്വിലാവിനോടും പ്രിസ്കില്ലായോടും കൂടെ പാർത്തുകൊണ്ട് താൻ കൊരിന്തിൽ കൂടാരപ്പണി ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. കൂടാരപ്പണി ചെയ്തുകൊണ്ട് താൻ കർത്താവിന്റെ വേല ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം വേല ചെയ്യുവാൻ അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് വിവാഹം കഴിച്ച ഭാര്യയോട് കൂടി ജീവിപ്പാൻ അധികാരമുണ്ടായിരുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യങ്ങളൊന്നും താൻ വിനിയോഗിച്ചിട്ടില്ല. ആ സ്വാതന്ത്ര്യങ്ങളൊന്നും വിനിയോഗിക്കാതെ കൊരിന്ത്യരുടെ നന്മയ്ക്ക് വേണ്ടി അവരെ പണിയുവാനായിട്ട്, അവർക്ക് യാതൊരു ഭാരവുമാകാതിരിക്കേണ്ടതിന് പൗലോസ് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു.
അദ്ദേഹം സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? ശരിയാണ്, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പടയാളി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചാൽ അതിന് അവന്റെ യൂണിഫോം തുടങ്ങി അവന് കുളിക്കുവാനുള്ള സോപ്പ് വരെ നൽകുന്നത് ഏത് ഗവൺമെന്റിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു ആ ഗവൺമെന്റാണ്. ആയുധങ്ങൾ ആ ഗവൺമെന്റ് ആണ് നൽകുന്നത്. അവനുള്ള ഭക്ഷണം ആ ഗവൺമെന്റ് ആണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പൗലോസ് ചോദിക്കുകയാണ്, സ്വന്തം ചെലവിന്മേൽ യുദ്ധം ചെയ്യുന്നവൻ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ? സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യത്തിന്റെ എല്ലാ ഉത്തരം അങ്ങനെ ആരുമില്ല. ഇത് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ പറയാം, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആരുമില്ല, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആരുമില്ല, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആരുമില്ല. ഇങ്ങനെ ഇരിക്കെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്റെ ഈ അധികാരങ്ങൾ ഒന്നും വിനിയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഭാരമാകാതിരിപ്പാൻ ഞാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അത് നിങ്ങൾ ഓർക്കണം. തുടർന്ന് താൻ മൂന്നാമത് പറയും, ദൈവവചനത്തിലെ ചില ഉദാഹരണങ്ങൾ തത്വങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ്. 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അതാണ് കാണുന്നത്. മിതിക്കുന്ന കാളയ്ക്ക് മോക്കട്ട കൊട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ഡ്യൂട്രോണമി 25:4 ഉദ്ധരണിയാക്കിയാണ്. ഇവിടെ മാത്രമല്ല, 1 തിമോത്തി 5:18 പൗലോസ് ഈ ഉദ്ധരണി പറയുന്നുണ്ട്. 1 തിമോത്തി 5:18 ഈ ഉദ്ധരണി താൻ പറയുന്നുണ്ട്. രണ്ടിടത്തും വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പ്രമാണം വെളിപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ധരണി പറയുന്നത്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാകുന്നു എന്ന് ലൂക്കോസ് 10:7 കർത്താവ് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കൊട്ടരുത് എന്ന് കർത്താവ് പറയുമ്പോൾ, അവിടെ ന്യായപ്രമാണം ഉദ്ധരിച്ച് പറയുമ്പോൾ അവിടെ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാകുന്നു എന്ന് സ്ഥാപിക്കുവാനാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നതെന്ന് അവിടെ ചോദിച്ചിരിക്കുന്നത്. കാളയ്ക്ക് വേണ്ടിയോ, ദൈവം കാളക്കുറിക്ക് വേണ്ടിയോ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുക. കാളയല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു സാമാന്യ ന്യായം പറഞ്ഞുകൊണ്ട് ശുശ്രൂഷക്കാരൻ തന്റെ വേലയ്ക്ക് പ്രതിഫലം അർഹിക്കുന്നുവെന്ന് പൗലോസ് അവിടെ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ ആത്മീകമായത് വിതച്ചിട്ട്, 11-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ ആത്മീകമായത് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? ക്രിസ്ത്യൻ ജീവിതത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ് പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഗലാത്യർ 6:6 പറയുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അങ്ങനെ ഇരിക്കെ ആത്മീയമായത് വിതയ്ക്കുന്ന അപ്പോസ്തലന്മാരായിരുന്ന തങ്ങൾക്ക് ഐഹികമായ കാര്യങ്ങളിൽ അവരുടെ നന്മ അനുഭവിക്കുവാൻ അപ്പോസ്തലന്മാർക്ക് യോഗ്യതയുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അവരുടെ ഇടയിൽ നിന്നും, കൊരിന്ത്യ സഭയിൽ നിന്ന് യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ, തന്റെ അധികാരങ്ങൾ ഒന്നും വിനിയോഗിക്കാതെ, താൻ അവർക്കൊരു ഭാരമാകാതിരിക്കേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുവെന്ന് താൻ പറയുകയാണ്. 13-14 വാക്യങ്ങൾ പറയുന്നു, ദൈവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു. യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലം നമ്മൾ പഠിച്ചതാണ്. കൊരിന്ത്യ സഭയിൽ യഹൂദന്മാർ ഒരു മൈനോറിറ്റി ആയിരുന്നു. അധികവും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. യഹൂദന്മാരിൽ നിന്ന് വന്നവർക്ക് ദൈവാലയ കർമ്മങ്ങൾ സംബന്ധിച്ച് അവർക്കറിയാം. അവിടെ പുരോഹിതന്മാർക്ക്, ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യർക്ക് അവിടെ ആലയത്തിൽ അർപ്പിക്കുന്ന, യഹോവയുടെ ആലയത്തിൽ അർപ്പിക്കുന്ന ആ വഴിപാടുകളിൽ അവർക്ക് ഓഹരി ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അവർ ഉപജീവിച്ചിരുന്നത്. യഹൂദന്മാർക്ക് അതറിയാം. അപ്പോൾ തന്നെ ജാതികളിൽ നിന്ന് വന്നവർക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ, അവരുടെ ക്ഷേത്രങ്ങളിൽ പൂജാ കാര്യങ്ങൾ നടത്തിയിരുന്നവർ അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്നു. യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ അതിലെ വഴിപാടുകളിൽ ഓഹരിക്കാരായിരുന്നു. അതും പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ നിലയിൽ തനിക്ക് പ്രതിഫലം സ്വീകരിക്കുവാൻ അധികാരമുണ്ടായിരുന്നുവെന്ന് പൗലോസ് 3 ഉദാഹരണങ്ങളിൽ കൂടെ പഠിപ്പിക്കുകയാണ്. തനിക്ക് അധികാരമുണ്ടായിരുന്നു. 3 ഉദാഹരണങ്ങൾ. ഒന്ന്, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. പൗലോസ് പറയുന്നത് തനിക്ക് സ്വീകരിപ്പാൻ അപ്പോസ്തലൻ എന്നുള്ള നിലയിലുള്ള അധികാരം, പിന്നെ സാമാന്യ കോമൺ സെൻസ്, സാമാന്യ യുക്തിയിൽ നിന്നുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിരിക്കുന്നത്, സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള തെളിവുകൾ, അപ്പോസ്തലൻ എന്നുള്ള അധികാരം, സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള തെളിവുകൾ. 7-ാം വാക്യത്തിൽ 1 മുതൽ 6 വരെയുള്ളത് അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന അധികാരങ്ങൾ, സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ, ഒടുവിൽ ദൈവാലയത്തിന്റെയും യാഗപീഠങ്ങളിലെയും ശുശ്രൂഷകൾ സംബന്ധിച്ച് താൻ ഉദ്ധരിച്ചുകൊണ്ട് അവിടെയും തനിക്കുള്ള അധികാരം സംബന്ധിച്ച് പൗലോസ് ഒരിക്കൽ കൂടെ പറയുകയാണ്. ദൈവവചനത്തിലെ ഉദാഹരണങ്ങൾ, തത്വങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് താൻ പറയുകയാണ്. ഓക്കെ, എന്നാൽ തനിക്ക് അധികാരമുണ്ടായിരുന്നിട്ടും പൗലോസ് തന്റെ അവകാശങ്ങൾ ഒന്നും സ്വീകരിക്കാതെ കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. തനിക്ക് അധികാരമുണ്ടായിരുന്നിട്ടും തന്റെ അവകാശങ്ങൾ ഒന്നും സ്വീകരിക്കാതെ പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. എന്തിനു വേണ്ടി? പ്രതിഫലം നിരസിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കൊരിന്ത്യ സഭയിൽ നിന്ന് പ്രതിഫലം നിരസിക്കുവാനുള്ള കാരണങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കൊരിന്ത്യ സഭയിൽ നിന്നും പ്രതിഫലം നിരസിക്കുവാനുള്ള കാരണങ്ങൾ വെളിപ്പെടുത്തുന്നു. 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാപാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. പൗലോസ് അവിടെ പറയുകയാണ്, മുഴുവൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, 27 വരെ വായിക്കണമെന്നുണ്ട്. പൗലോസ് പറയുന്നത് കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ മുമ്പേ വായിച്ചാണ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആ കാര്യം പറഞ്ഞാണ്. മരിക്കുന്ന കാളയ്ക്ക് മോക്കട്ട വെട്ടരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം. അങ്ങനെ ഇരിക്കെ പൗലോസ് പറയുകയാണ്, ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, എന്റെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചിട്ടില്ല. ഇത് തനിക്കൊരു പ്രശംസയ്ക്കായിട്ടല്ല താൻ പറയുന്നത്. ഇവിടെ പൗലോസ് താൻ അവരോട് സൗജന്യമായ സുവിശേഷം അറിയിച്ചു എന്നുള്ളതൊരു പ്രശംസയായി പറയുകയല്ല. പൗലോസ് സൗജന്യമായ സുവിശേഷം അറിയിക്കുവാനുള്ള ചില കാരണങ്ങൾ അവിടെ പറയുകയാണ്. 16-17 വാക്യങ്ങളിൽ ദൈവം തന്നോട് സുവിശേഷ ഘോഷണം നടത്തുവാൻ കൽപ്പിച്ചിരുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, ഇത് നമ്മുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവനം പഠിക്കുവാൻ സമയം കണ്ടെത്തുന്ന സുവിശേഷ തൽപരരായിരിക്കുന്ന ദൈവജനത്തോട് പറയുവാനുള്ളത് ഇതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമുക്ക് എന്ത് പ്രശംസിപ്പാനാ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം ആയുസ് തരുന്നത് കൊണ്ടല്ലേ നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നമ്മെ പോലെയുള്ളവർ എത്രയോ പേര് രോഗങ്ങളാൽ അപകടങ്ങളാൽ ഒക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ തന്നെ, എനിക്ക് 39 വയസ്സുള്ളപ്പോൾ ഞാൻ മരിച്ചു പോകത്തക്ക രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. ഇത്രയും വർഷക്കാലം ദൈവം എന്നെ നടത്തി.
അപ്പോൾ ആയുസിനെ നൽകി തന്ന ദൈവത്തിന്റെ മുൻപിൽ ഞാൻ അങ്ങോട്ട് കടക്കാരനാണ്, അല്ലാതെ ഞാൻ ദൈവത്തിന് എന്തെങ്കിലും ഔദാര്യം ചെയ്യുന്നു എന്നല്ല. അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ദൈവം ആയുസ് തരുന്നത് കൊണ്ട്, ആരോഗ്യം തരുന്നത് കൊണ്ട്, ദൈവനെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ദൈവം കൃപ തന്നിരിക്കുന്നത് കൊണ്ട്, സംസാരിക്കുവാൻ നാവ് തന്നിരിക്കുന്നത് കൊണ്ട്, കുറെ ആരോഗ്യവാന്മാരായ സുഖന്മാരായ മനുഷ്യര് സംസാരിക്കുവാൻ കഴിവില്ലാത്തവരുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ മാവലിക്കര വിഷ്ണുപൂർ കോളേജിൽ പഠിക്കുന്നു. ആ സമയത്ത് അവിടെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെയിന്റിംഗ് ആൻഡ് സ്കൾപ്ചർ മാവലിക്കരയുള്ള ഒരു സ്ഥാപനമാണ്, പെയിന്റിംഗ് സ്കൂളാണ്. അവിടെ പഠിക്കുന്ന 1-2 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവർക്ക് സംസാരിക്കുവാൻ കഴിവില്ല. നല്ല സുമുഖന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ സംസാരിപ്പാൻ പ്രാപ്തി. അപ്പോൾ സംസാരിപ്പാൻ ദൈവം കഴിവ് തന്നു, പഠിക്കുവാൻ കഴിവ് തന്നു, ആരോഗ്യം തന്നു, ഭാഷ തന്നു. ഇതെല്ലാം തന്നതുകൊണ്ടാണ് നാം സുവിശേഷം അറിയിക്കുന്നത്. ചിലവിടുവാൻ പണം തന്നത് കൊണ്ടാണ് നാം ചിലവിടുന്നത്. സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മളോട് ഓരോരുത്തരോടും നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡാണ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം. ഒരു അവസരം ലഭിച്ചിട്ട് സുവിശേഷം പറയുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം. ഈ കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് ദൈവം നമ്മുടെ മേൽ അത് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ വിചാരം നമുക്കുണ്ടായിരിക്കണം. പൗലോസ് പറയുകയാണ്, സുവിശേഷ ഘോഷണം ഞാൻ നടത്തുന്നുവെങ്കിൽ മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവം അത് നടത്തുവാൻ എനിക്ക് കൽപ്പന നൽകി തന്നിരിക്കുന്നു, അതിനുള്ള നിയോഗം നൽകി തന്നിരിക്കുന്നു. അതിന്റെ ചരിത്രം നമുക്കറിയാം. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പിടിക്കുന്ന ആ സംഭവം തുടങ്ങി. സഭയെ ഉപദ്രവിച്ചവനായിരുന്നു, ദൂഷകനായിരുന്നു. അങ്ങനെയുള്ള പൗലോസിനെ കർത്താവ് പിടിക്കുന്നത് സംബന്ധിച്ചും തുടർന്ന് അവനെ നിയോഗം കൊടുത്ത് അവനെ ഈ ശുശ്രൂഷയ്ക്ക് ആക്കി വെക്കുന്നത് സംബന്ധിച്ചും പ്രവർത്തികൾ 9-ന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും പിന്നെ താൻ ആ സംഭവം ആവർത്തിച്ച് പറയുന്ന 26-ാം അധ്യായത്തിലും നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ദൈവം തന്നെ ഭരമേൽപ്പിച്ചതാണ് ആ ദൗത്യം. നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും ചിലപ്പോൾ പറയും സഭയുടെ നേതാക്കന്മാരുമായിട്ട് പിണങ്ങിയിട്ട് ഞാനിനി ഈ പണിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. പറയുന്നവരൊക്കെ ഉണ്ട്. അവരോട് പറയുവാനുള്ള മറുപടി ഇരമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇരമ്യാ 20-ന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ വചനം എനിക്ക് യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിന് ഹേതുവായിരിക്കുന്നു. അതാണ് സാറ്. സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ നിലവിളിച്ചു സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ ഞാൻ ഇനി അവനെ ഓർക്കുന്നില്ല. ഓർക്കുകയില്ല. അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതെയായി. പ്രവാചകൻ പറയുകയാണ്, എന്റെ അസ്ഥികളിൽ അത് അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുക. അതുകൊണ്ട് ഇനി എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് സഹിച്ചു തളർന്നു വഹിയാതെയായി. ഒരു ദൈവ പൈതലിന്റെ അനുഭവം അതായിരിക്കണം. ഒരു ദൈവ പൈതലിന്റെ ഫീലിംഗ് അതായിരിക്കണം. പ്രവാചകൻ പറയുന്നത് പോലെ ആ അനുഭവം ക്രിസ്തുവിന്റെ സുവിശേഷം അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെയും
പത്രോസിനെ യോഹന്നാനെ പിടിച്ചിട്ട് അന്നത്തെ സന്നദ്ധി സംഘം അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരും മറ്റും പിടിച്ചിട്ട് അടിച്ച് ശരിയാക്കിയിട്ട് പറഞ്ഞു, ഇനി ഈ നാമത്തിൽ സംസാരിച്ചു പോയേക്കരുത്. പ്രവർത്തകരുടെ പുസ്തകം 4-ാം അധ്യായം. അപ്പോൾ അവര് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല. അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട് ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ആയിരിക്കുന്ന അനുഭവം. അതാണ് ഒരു ദൈവവേദന്റെ അനുഭവം. അവൻ അനുഭവിക്കുന്ന അവന്റെ ആ എക്സ്പീരിയൻസ് അത് പുറത്ത് വരിക തന്നെ ചെയ്യും. പൗലോസ് പറയുകയാണ്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. an inner compulsion is there. എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആന്തരികമായ ഒരു നിർബന്ധം. ആ നിർബന്ധ നിമിത്തം എനിക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലം അന്വേഷിച്ചല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ മനഃപൂർവ്വം സുവിശേഷ ഘോഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ മേലാളന്മാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്ത് പ്രതിഫലം കിട്ടുമെന്നുള്ളതല്ല, അവരുടെ ഉള്ളിൽ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് ഹൃദയത്തിൽ തീ കത്തുന്ന അനുഭവം ഉള്ളത് കൊണ്ട് ആ ദൈവം നൽകി തന്ന ആ നിയോഗ നിമിത്തം സുവിശേഷ ഘോഷണം നടത്തും. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പ്രതിഫലം വാങ്ങാതെ സുവിശേഷം ചെയ്യുന്നെങ്കിൽ ദൈവം ആ സുവിശേഷ ഘോഷണം നടത്തുവാൻ എനിക്ക് നിയോഗം തന്നിരിക്കുകയാണ്. 2, അവിശ്വാസികളെ രക്ഷിക്കുവാൻ. തന്റെ പ്രതിഫലം നിരസിക്കുക മാത്രമല്ല, തന്റെ വിശേഷാധികാരങ്ങൾ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ തന്റെ വിശേഷാധികാരങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഘോഷണം നടത്തി. എന്തിനു വേണ്ടിയാ? 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 19-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ കേവലം അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. 22-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ച്. 22-ാം വാക്യം. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാം ആയിത്തീർന്നു. പൗലോസ് അവിടെ പറയുകയാണ്, ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. പൗലോസ് നമുക്കറിയാം, തന്റെ പൗരത്വം സംബന്ധിച്ച് റോമാ പൗരത്വമുള്ള വ്യക്തിയായിരുന്നു. പലപ്പോഴും തന്നെ ആ പൗരത്വത്തിന്റെ ആ അവകാശങ്ങൾ പോലും പൗലോസ് വിനിയോഗിച്ചിട്ടില്ല. നമുക്കറിയാം, ഫിലിപ്പിയിൽ വെച്ച് പൗലോസിനെ പിടിക്കുന്നു. പൗലോസിനെയും ശീലാസിനെയും മർദ്ദിച്ച് തടങ്കലിലാക്കി, അയ്യാമം വെച്ച് തടങ്കലിലാക്കി, അവരെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുക. ആ സംഭവം നമുക്കറിയാം. പിറ്റേ ദിവസം അവിടേക്കൊന്ന് വന്നാട്ട് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 23-ാം വാക്യം. അവിടെ ആ വെളിച്ചപ്പാടത്തെ സ്ത്രീയുടെ ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചിട്ട് 23-ാം വാക്യത്തിൽ പറഞ്ഞ അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ആ സംഭവം അവിടെ നടക്കുന്നു. 25-ാം വാക്യത്തിൽ പറഞ്ഞ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. ആകയാൽ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരും ചങ്ങല അഴിഞ്ഞു വീണു. സംഭവം എന്താണ്? നമ്മുടെ പാട്ടുണ്ടല്ലോ, ഞാൻ പലപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല, ബന്ധന വഴിയും ചങ്ങല അഴിയും ആരാധനയെങ്കിൽ എന്നൊക്കെ പാടാറുണ്ട്. ഇതുപോലെ ഒരു മണ്ടത്തരം. പൗലോസും ശീലാസും ചങ്ങല അഴിയാൻ പാടിയിട്ടില്ല. കാരണം ചങ്ങല അഴിയണമെങ്കിൽ ചങ്ങല അവരെ അടിക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. പിറ്റേ ദിവസം എന്താണ് സംഭവിക്കുന്നത്? 37-ാം വാക്യം ഒന്ന് വായിച്ച്. 37-ാം വാക്യം.
പൗലോസ് അവരോട്, റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ. ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല. വായിച്ചോളൂ. തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറ്. അവർ റോമാ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടു. ചെന്നവരോട് നല്ല വാക്ക് പറഞ്ഞവരെ പുറത്തു കൊണ്ടുവന്നു. നോക്കൂ, തലേ ദിവസം അടികൊള്ളുന്നതിന് മുമ്പേ തങ്ങൾ റോമാ പൗരന്മാരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു റോമാ പൗരനെ വിസ്താരം കൂടാതെ ശിക്ഷിക്കുവാൻ അനുവാദമില്ല. 2, വടി കൊണ്ടടിക്കുവാൻ. ശിക്ഷകൾക്ക് തന്നെ അന്ന് റോമാ പൗരത്വം സംബന്ധിച്ച് ഞാൻ ഏതോ ഒരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിന്റെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. റോമാ പൗരത്വത്തിന്റെ ചില അവകാശങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് ക്രൂസിഫിക്ഷൻ. റോമാ പൗരനെ ക്രൂസിഫൈ ചെയ്യാൻ പറ്റില്ല. 2, റോമാ പൗരനെ വടി കൊണ്ടടിക്കുവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ആദ്യത്തെ ദിവസം അടി കൊള്ളുമ്പോ പൗലോസും ശീലാസും ഒരക്ഷരവും ഇണ്ടാതെ അടിയേറ്റു വാങ്ങി. അവർ രാത്രി പാടി സ്തുതിച്ച്. എന്തുകൊണ്ടാണെന്നറിയാമോ? 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട്. മുസൽമാരെ സംബന്ധിച്ച് പറയുകയാണ്, തിരുനാമ നിമിത്തം അപമാനം ഏൽക്കുന്നത് ഒരു പദവിയായിട്ട് കരുതിയവരായിരുന്നു അപ്പോസ്തലന്മാർ. അപ്പൊ ചങ്ങല അഴിയാനും ബന്ധനം അഴിയാനും ഒന്നും അല്ല അവർ പാടിയത്. എന്നാൽ ചങ്ങലയും ബന്ധനവും ഒക്കെ അഴിഞ്ഞത് അടുത്ത ദിവസം നടന്ന സംഭവങ്ങൾ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഇടയായതും, അപ്പൊ ലുദിയ മാത്രമല്ല മറ്റൊരു കുടുംബവും കൂടെ റഷ്യയിലേക്ക് വരുവാൻ ഇടയായതും, അങ്ങനെ ഫിലിപ്പിയിൽ ഒരു സഭയുണ്ടാക്കുവാനും ഇടയാകേണ്ടതിന് വേണ്ടി അവിശ്വാസികളെ രക്ഷിക്കാൻ ഏത് വിധത്തിലും ചിലരെ നേടേണ്ടതിന് പൗലോസ് ഒരു സ്വതന്ത്രനായിരുന്നുവെങ്കിലും താൻ ഒരു ദാസനെ പോലെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, യഹൂദന്മാരെ നേടേണ്ടത് ഞാൻ യഹൂദനെ പോലെയായ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന്റെ ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. നമുക്കറിയാം, പൗലോസ് ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം എവിടെയായിരുന്നു സുവിശേഷം അറിയിക്കുന്നത്? പെട്ടെന്നായിട്ട് ഇന്നത്തെ സമയം കഴിഞ്ഞു. 5 മിനിറ്റുള്ള ഈ അധ്യായം എനിക്ക് തീർക്കണം. പള്ളികളിൽ, യഹൂദന്മാരുടെ സിനഗോഗുകളിൽ അല്ലേ? എന്നാൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ സിനഗോഗ് ഇല്ലായിരുന്നത് കൊണ്ട് പുള്ളി വേറെടുത്ത് പോയി സുവിശേഷം പറയുന്നുണ്ട്. എവിടെയാണ്? ഫിലിപ്പിയിലെ താൻ ചെല്ലുമ്പോ അവിടെ സിനഗോഗ് ഇല്ല. ഫിലിപ്പി എന്ന് പറയുന്നത് പ്യൂർലി ജാതികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പോലും ഇല്ല. കാരണം അവിടെ യഹൂദന്മാർ ആരുമില്ലായിരുന്നു. മറ്റേ എവിടെ ചെന്നാലും താൻ ആദ്യം യഹൂദനോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ പ്രമാണം പ്രകാരം പള്ളികളിൽ ചെല്ലും, സിനഗോഗുകളിൽ ചെല്ലും. യഹൂദന്മാർ അവനെ ഉപേക്ഷിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, പുറത്താക്കി കളയുമ്പോൾ ജാതികളുടെ അടുക്കൽ ചെന്ന് താൻ സുവിശേഷം പറയും. യഹൂദന്മാരോട് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? യഹൂദനെ നേടേണ്ടത് യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. യഹൂദന്മാരോട് അവരുടെ ന്യായപ്രമാണത്തെ ആധാരമാക്കിയാണ് പൗലോസ് സംസാരിച്ചിട്ടുള്ളത്. അവരുടെ ന്യായപ്രമാണത്തെ ആധാരമാക്കി യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. പ്രവർത്തികൾ 17:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യേശു തന്നെ ക്രിസ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോയില് ഒരു ജൂയിഷ് ലീഡർ എന്ന് പറഞ്ഞാൽ അവരുടെ പല സമിതികളിലും അധ്യക്ഷനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാള് ഇപ്പോൾ ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം അപ്പോൾ താൻ ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത് യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞാണ്. അത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, മശിഹായെ സംബന്ധിച്ച് ദാവീദ്
22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെടും. ദാവീദിന്റെ സമയത്ത് ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് മെത്തേഡേ ഇല്ല. പിന്നീട് 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കാർത്തേജിയൻസ്, നോർത്ത് ആഫ്രിക്കയിലുള്ള കാർത്തേജിയൻസ് ആണ് ആ സിസ്റ്റം ആരംഭിച്ചത്, ക്യാപിറ്റൽ പണിഷ്മെന്റ് ബൈ ക്രൂസിഫിക്ഷൻ. പിന്നീട് അത് പാർസികളും പിന്നെ റോമാക്കാരും ഒക്കെ ആ ഒരു കിരാതമായ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് മെത്തേഡ് സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ദാവീദിന്റെ സമയത്ത് ഇല്ലാതിരുന്നുവെങ്കിലും ആ രീതിയിൽ ദാവീദ് എഴുതിയിരിക്കുകയാണ്, കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് 22-ാം സങ്കീർത്തനത്തിൽ. അപ്പൊ മശിഹയുടെ കൈകളും കാലുകളും തുളയ്ക്കും, പക്ഷെ ഞങ്ങൾ അതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യും, അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെയും മുന്നോട്ട് വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആ മശിഹയെ പറ്റി അത് വായിച്ചിട്ടും യേശുവാണ് മശിഹ എന്ന് ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഞാൻ, അദ്ദേഹത്തിന്റെ വാക്കാണ്, ആ ജൂയിഷ് ലീഡർ പറഞ്ഞിരിക്കുന്നതാണ്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞത് ദാനിയേൽ 9:25 മുതലുള്ള വചനഭാഗം ഒന്ന് വായിച്ചാട്ട്, ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. ദാനിയേൽ 9:25 മുതലുള്ള വചനഭാഗം. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷേകൻ അനോയിന്റഡ് എന്നാ പറയുന്നത്. അനോയിന്റഡ് എന്ന് യഹൂദന്മാർ പറയുന്ന മശിഹയെ പറ്റിയാണ്. അനോയിന്റഡ് അഭിഷേകൻ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഛേദിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ് അദ്ദേഹം വായിച്ചത്, അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ കൂടിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനത്തോളം യുദ്ധം ഉണ്ടാകും, ശൂന്യങ്ങളും പ്രഭുവിന്റെ പടഞ്ജനം വരുവാനിരിക്കുന്ന 26-ാം വാക്യം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അതായത് മശിഹായുടെ ക്രൂസിഫിക്ഷൻ, മശിഹായുടെ മരണം സംഭവിക്കും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ഞനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ഞനം നശിപ്പിക്കും. അന്നേരം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്, വരുവാനിരിക്കുന്ന പ്രഭു നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിച്ചു. തീത്തോസ് വെസ്പേഷ്യൻ എന്ന് പറയുന്ന പിൽക്കാലത്ത് കൈസറായി തീർന്ന അന്നത്തെ കൈസറിന്റെ മകനായിരുന്ന, വെസ്പേഷ്യൻ കൈസറിന്റെ മകനായിരുന്ന തീത്തോസ് വെസ്പേഷ്യൻ അന്ന് ജനറൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ വന്ന ഒരു റോമൻ ആർമി ഒരു ജൂയിഷ് റിവോൾട്ട് സപ്രസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യഹൂദന്മാർ ഒരു കൂട്ടം മന്ദിരത്തിനകത്ത് കടന്ന് രക്ഷയ്ക്കായിട്ട് മന്ദിരത്തിനകത്ത് കടന്നു. തീത്തോസിന്റെ സൈന്യം മന്ദിരത്തിന് തീയിട്ടു, മന്ദിരത്തെ നശിപ്പിച്ചു കളഞ്ഞു. 70 AD ഈ സംഭവം നടക്കുന്നു. അപ്പോൾ ഈ ജൂയിഷ് ലീഡർ പറഞ്ഞതാണ്, മശിഹയുടെ മരണത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ 70-ന് മുൻപ് വന്ന ദ അനോയിന്റഡ്, ദാറ്റ് മീൻസ് ജീസസ് ഈസ് ദ മസയ, യേശു തന്നെ മശിഹ ആകുന്നു. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിന് വിശ്വാസത്തിന് കാരണമായി തീർന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി. വേറെ യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാരോട് അവരുടെ ന്യായപ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട്, തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ചു. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളോട് ന്യായപ്രമാണം ഇല്ലാതെ, താൻ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ പ്രതികണം, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടുവാൻ അവർക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് താൻ പഠിപ്പിച്ചുവെങ്കിൽ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളെ നേടുവാൻ ന്യായപ്രമാണത്തിലൂടെയല്ല. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ന്യായപ്രമാണം വിടാതെ, ദൈവത്തിന്റെ പ്രമാണം വിടാതെ ജാതികളോട് താൻ സുവിശേഷം അറിയിച്ചു. ബലഹീനന്മാരെ നേടേണ്ടതിന് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന്. പൗലോസിന്റെ ആ ആറ്റിറ്റ്യൂഡ് നോക്കണം, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കുക. അതുകൊണ്ട് യാതൊരു പ്രതിഫലവും നേടാൻ താല്പര്യം കാട്ടാതെ പൗലോസ് സുവിശേഷ ഘോഷണം നടത്തി എന്ന് പറയുകയാണ്.
9:23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടതിന് തന്നെ അങ്ങനെ ചെയ്തിരിക്കുക. ഐ ഡു ഓൾ ദിസ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ ദാറ്റ് ഐ മേ ഷെയർ ഇൻ ഇറ്റ്സ് ബ്ലെസ്സിംഗ്. ഇതിനെ നാം ചെയ്യുന്ന വേലയുടെ പ്രതിഫലം എന്ന് പറയുന്നത് പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞുവെന്ന് ഞാൻ അറിയുന്നുണ്ട്. താല്പര്യമുള്ള ദൈവജനം കേൾക്കുക. 2-3 മിനിറ്റിൽ ഞാൻ നിർത്താം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷേമാലിന്യമാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പ്രതിഫലമെല്ലാം മുകളിലാണ്. ആ പ്രതിഫലമായിരുന്നു പൗലോസിന്റെ താൻ ലാക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പൗലോസും പറയുന്നു. പത്രോസ് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എന്തിനാണ് നീതിയുടെ കിരീടം? നല്ല പോർ പൊരുന്നത്. സുവിശേഷ ഘോഷണത്തിൽ നല്ല പോർ പൊരുതുകൊണ്ട്, തന്റെ ഓട്ടം തികച്ച്, തന്റെ വിശ്വാസം കാത്തത് കൊണ്ട് തന്റെ പ്രതിഫലം. അത് സംബന്ധിച്ചാണ് സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയാകുക എന്ന് പറയുമ്പോൾ. സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ഈ അധ്യായം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പൗലോസ് പ്രതിഫലം സ്വീകരിക്കാതെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ തന്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാതെ വേല ചെയ്തത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് വിഗ്രഹാർപ്പിതം തിന്നുന്നതിന്റെ ആ സ്വാതന്ത്ര്യം സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടെങ്കിലും മറ്റുള്ളവരെ നേടേണ്ടതിന് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാതിരിക്കുവാൻ താൻ പ്രബോധിപ്പിക്കുകയാണ്. എല്ലാത്തിലും തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സകലതും ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ചെയ്യുവിനെന്ന് അദ്ദേഹം പറയുകയാണ്. ബ്രദർ വിജയൻ ബ്രദർ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹപ്പെടുന്ന നല്ല രാത്രി സമയത്തിന് വാഴ്ത്തുന്നപ്പ ഇത്രത്തോളം കർത്താവ് വചനം പഠിക്കും ഞങ്ങളുടെ തിരുപ്പാദപ്പെടുന്ന അടിയങ്ങളായിരുന്നല്ലോ കർത്താവേ. വചനം പഠിപ്പിച്ച ദേവദാസൻ കുടുംബമാർ പ്രാർത്ഥിക്കുന്നതാ ഇന്ന് തിരുവചനം പഠിക്കുവാൻ കടന്നു എല്ലാ ദൈവമക്കൾ കുടുംബമായ അനുഗ്രഹ നന്ദി കർത്താവേ. മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാ ദേവദാസൻ കുടുംബം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവകൃപ പരിപാലിച്ച നന്ദി കർത്താവേ. പ്രാർത്ഥന കേടുന്ന സ്തോത്രം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗീയ ദൈവമേ. ആമേൻ.